1 കിലോ ഇഞ്ചി 60 രൂപ. 1 കിലോ ഇഞ്ചി 60 രൂപ. 1 കിലോ ഇഞ്ചി 60 രൂപ. പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് തോട്ടയ്ക്കാട് ആശുപത്രിപ്പടിക്കലാണ്. നമ്മുടെ തോട്ടയ്ക്കാട് അമ്പലക്കവലയിൽ ഒരു ചന്ത നടക്കുന്നുണ്ട്. നമുക്ക് ആ ചന്തയിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. കോട്ടയം ജില്ലയിൽ നിന്ന് 14 കിലോമീറ്റർ ദൂരവും പുതുപ്പള്ളിക്കവലയിൽ നിന്ന് 6 കിലോമീറ്ററും ദൂരം മാറി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ഗ്രാമമാണ് തോട്ടയ്ക്കാട്. തോട്ടയ്ക്കാട് ഞായറാഴ്ച ദിവസമാണ് അവിടുത്തെ ചന്ത. ഈ പ്രദേശത്തുള്ള ജനങ്ങൾ മുഴുവൻ അവിടെ വന്നാണ് സാധനങ്ങളൊക്കെ മേടിക്കുന്നത്. പണ്ട് കോവിഡ് വന്ന സമയത്ത് അത് മുടങ്ങിപ്പോയായിരുന്നു. ഈ അടുത്ത നാളിലാണ് വീണ്ടും അത് സജീവമായത്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ തോട്ടയ്ക്കാട്ട് മേടിക്കാൻ കിട്ടും. അതും എല്ലാം വളരെ വിലക്കുറവാണ്. ഇന്നിപ്പം 1 കിലോ ഇഞ്ചിക്കൊക്കെ 60 രൂപയ്ക്കാണ് അവിടെ വിൽക്കുന്നത്. നിങ്ങൾക്ക് ആ കാഴ്ച കാണാം. ഇതാണ് ആ അമ്പലക്കവലയിലേക്ക് തിരിയുന്ന വഴി. തോട്ടയ്ക്കാട്ട് അമ്പലക്കവലയിൽ എത്തുമ്പോൾ നമ്മളെ വരവേൽക്കുന്നത് അതിമനോഹരമായ ഗുരുദേവ ക്ഷേത്രമാണ്. അതിന് തൊട്ട് സമീപത്തായിട്ട് ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. തോട്ടയ്ക്കാട് അമ്പലക്കവലയെ പറ്റി പറയുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. ചരിത്രപ്രസിദ്ധമായ ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തോട്ടയ്ക്കാട് അമ്പലക്കവലയിലാണ്. ഇവിടുത്തെ മഹാശിവരാത്രി എന്ന് പറയുന്നത് അതിപ്രസിദ്ധമാണ്. അതുപോലെ തന്നെ തെക്കുംകൂർ രാജാവിന്റെ പ്രതാപകാലത്തുണ്ടായിരുന്ന ക്ഷേത്രമാണ്. ഇതിന്റെ ഇപ്പോഴത്തെ ചുമതല ദേവസ്വം ബോർഡാണ് വഹിക്കുന്നത്. അതിനോട് തൊട്ട് സമീപത്ത് തന്നെയാണ് ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതിമനോഹരമായ ഈ 2 ക്ഷേത്രങ്ങൾ തോട്ടയ്ക്കാട്ട് കവലയ്ക്ക് ഒരു ഉണർവുമുണ്ട്, അതുപോലെ തന്നെ ഒരു ഐശ്വര്യമായിട്ട് സ്ഥിതി ചെയ്യുന്നു. നമുക്ക് ശങ്കരനാരായണ സ്വാമി ക്ഷേത്രം കൂടെ ഒന്ന് കാണാം. ഗംഗയും തിരുമാറിലണിയുന്ന ഭസ്മഭൂഷാദിയും ശ്രീകണ്ഠനാളത്തിലഴകോടു നീ ചാർത്തും തിരുനാഗവണവും തൊഴുന്നു ദേവാ. കരം തന്നിലെ അഭയവരമുദ്രയും സ്വർണപ്രഭാകുണ്ടലാദികളും അർക്കചന്ദ്രന്മാർ പ്രശോഭിച്ചിടുന്ന നിൻ അഴകാർന്ന മിഴികൾ തൊഴുന്നു നിത്യം. തോട്ടയ്ക്കാട്ട് അമ്പലക്കവലയിലെ ഈ ചന്തയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. കാരണം ഒരു പ്രദേശത്തെ ആൾക്കാർ മുഴുവൻ ഇവിടെ വന്നായിരുന്നു സാധനം പണ്ട് മേടിച്ചുകൊണ്ടിരുന്നത്. അന്തിച്ചന്ത എന്നറിയപ്പെട്ടുകൊണ്ടിരുന്നത്. രാവിലെ തൊട്ട് സന്ധ്യ വരെയുണ്ട്. പുലർച്ചെ തുടങ്ങുന്ന കച്ചവടമാണ്. എല്ലാ സാധനങ്ങളും കിട്ടുന്നതിനാലാണ് ആൾക്കാർ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ കൃഷിയുള്ള സ്ഥലങ്ങളാണ്. തോട്ടയ്ക്കാട് മീനിട സ്ഥലങ്ങളിൽ നിന്നൊക്കെ നല്ല വിഷമടിക്കാത്ത നല്ല പച്ചക്കറികൾ കിട്ടുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. പിന്നെ മീനടക്കം എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. മീൻ, ഇറച്ചി അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ട്. പിന്നെ ഒത്തിരി സ്റ്റേഷനറി സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം കുറവാണ്. പണ്ട് കോവിഡ് വരുന്നതിന് മുമ്പൊക്കെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പം അത്രയും കടകളില്ല, എങ്കിലും ഉണ്ട്. പച്ചക്കറികളൊക്കെ ധാരാളമുണ്ട്. മാങ്ങ, തേങ്ങ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. എല്ലാം കുറഞ്ഞ വിലയുള്ളെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. നമ്മൾ കോട്ടയത്തൊക്കെ പോയി മേടിക്കുന്നതിൻ്റെ പകുതി പൈസയാകുന്നുള്ളൂ. നമുക്ക് ഇവിടുന്ന് എല്ലാ സാധനവും കിട്ടും. നല്ല തിരക്കാണ്. രാവിലെ തൊട്ട് ഒരു ഉച്ച വരെ നല്ല തിരക്കാണ്. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ഞായറാഴ്ച കച്ചവടങ്ങൾ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഞായറാഴ്ചയാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ദിവസം. ഇത് നമ്മുടെ പുതുപ്പള്ളി സ്വദേശിയുടെ പെയിൻറ് കടയാണ്. നമ്മുടെ സുഹൃത്താണ്. പിന്നെ രാവിലെ കണ്ടില്ലേ പൊറോട്ടയൊക്കെ തെരുതെരെ അടിച്ചുകൊണ്ടിരിക്കുക. ധാരാളം ആൾക്കാർ ഫുഡ് കഴിക്കാനും എല്ലാം അവിടെ വരും. എല്ലാം നമുക്ക് ഉണ്ട് അവിടെ. കണ്ടോ, നാടൻ നല്ല ഫ്രഷ് ചീരയുണ്ട്, പച്ചക്കപ്പയുണ്ട്, അതുപോലെ ആറ്റുമീൻ കണ്ടോ, എല്ലാ സൈസ് ആറ്റുമീനുമുണ്ട്. പിന്നെ വലിയ മീൻ മേടിക്കേണ്ടവർക്ക് വലിയ മീനും എല്ലാം ഉണ്ട് കേട്ടോ. ധാരാളം മീനുകളുണ്ട്. ഉണക്കമീനാണെങ്കിൽ ഉണക്കമീൻ തന്നെയുണ്ട്. കണ്ടോ, വലിയ മീനൊക്കെ ഇരിക്കുന്നുണ്ട്. കോഴിയെല്ലാം ഉണ്ട് അവിടെ. പച്ചക്കറി. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. പുതുപ്പള്ളി ടുഡേ ലൈവ്.